കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ 10ഓളം അപകടങ്ങളാണ് ദേശീയപാത 66-ൽ ഉണ്ടായത്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വാഹനങ്ങൾ തെന്നിമറിയുന്നതും ഡിവൈഡറിൽ ഇടിക്കുന്നതുമാണ് കൂടുതലും. ശനിയാഴ്ച മാത്രമായി 4ഓളം അപകടങ്ങളാണ് വിവിധ സ്ഥലങ്ങളിലായി നടന്നത്. വെട്ടിച്ചിറ ചുങ്കം, പുത്തനത്താണി, രണ്ടത്താണി, എടരിക്കോട്, പാലച്ചിറമാട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് അപകടം പതിവായിരിക്കുന്നത്. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത്തിലാണ് നിരത്തിൽ ചീറിപ്പായുന്നത്. ദേശീയപാതയിൽ ഒരാഴ്ചക്കിടെ 15ഓളം അപകടങ്ങളാണ് ഇക്കാരണങ്ങളാൽ ഉണ്ടായിരിക്കുന്നത്. പണി നടക്കുന്ന ഭാഗത്തുകൂടിയുള്ള അശ്രദ്ധമായ ഡ്രൈവിംഗും പ്രവേശനമില്ലാത്ത ഭാഗത്തുകൂടി വാഹനങ്ങൾ 6 പാതയിലേക്ക് കയറുന്നതുമെല്ലാം അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. ഹൈവേയിൽ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാഷണൽ ഹൈവേയിൽ സ്ഥിരമായിട്ട് വാഹനാപകടങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ മഴ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഏകദേശം 4ഓളം അപകടങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള കാരണം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയും പിന്നെ കൂടുതൽ ഓവർ സ്പീഡ്, അമിത വേഗതയും കൂടിയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. ഉദാഹരണമായിട്ട് കുറച്ച് മുന്നേ വട്ടപ്പാറ വാടക്ക് പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് അപകടം നടന്നിരുന്നു. ആ കാർ ഓടിച്ച ആൾ ഹൈ സ്പീഡിൽ ലെഫ്റ്റ് ട്രാക്കിലാണ് പോയിരുന്നത്. പോയി ഡിവൈഡറിൽ തട്ടി മറിഞ്ഞ് അപകടം ഉണ്ടായതാണ്. അപ്പോൾ അതോടൊപ്പം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് ഈ നാഷണൽ ഹൈവേയിൽ പല സ്ഥലങ്ങളിലും പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയാതെ വർക്ക് നടക്കുന്ന പല സ്ഥലങ്ങളിലും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രൈവർമാർ ഓവർ സ്പീഡിലും അശ്രദ്ധമായി വന്നുകൊണ്ട് കൂടുതലായിട്ടും അപകടങ്ങൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു അപകടങ്ങളാണ് ടയർ പൊട്ടി ഉണ്ടാകുന്നൊരു അപകടങ്ങൾ. അത് നോക്കുമ്പോൾ പഴയ ടയർ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ടയറിന് അതിൻ്റെ തേയ്മാനം കൊണ്ട്, അങ്ങനെ പല കാരണത്താലും ടയർ പൊട്ടുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടയറിൻ്റെ കാര്യം കൂടി ഡ്രൈവർമാർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലൈന് ഏതൊക്കെ ലൈനിൽ, ലെഫ്റ്റ് ലൈനിൽ അതിൻ്റെ വേഗതയിലും സെൻട്രൽ ലൈനിൽ അതിൻ്റെ വേഗതയിലും പോകാൻ കൂടി ശ്രദ്ധിക്കണം. മറ്റൊരു അപകടത്തിന് കാരണം കാണുന്നത് പല വാഹനങ്ങളിലെയും ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. മഴക്കാലം ആയതുകൊണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ആയിട്ട് നടത്തുന്നുണ്ട്. എന്നിരുന്നാലും വാഹന പരിശോധനയിൽ ഏകദേശം ഒരു 30% വാഹനങ്ങൾ, വലിയ വാഹനങ്ങളുടെയും അതേപോലെ തന്നെ കാറ് പോലുള്ള വാഹനങ്ങളുടെയും ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റൊന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥയും കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളും കൂടി ഡ്രൈവർമാർ ശ്രദ്ധിക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ച് ടയർ പൊട്ടിയുണ്ടാകുന്ന അപകടങ്ങളും പതിവാണെന്ന് ഹൈവേ പോലീസ് പറയുന്നു. ഗതാഗത നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യണമെന്നാണ് ഹൈവേ പോലീസിന്റെ നിർദ്ദേശം. ഹൈവേയിൽ പല ഭാഗത്തും പണി പൂർത്തിയായിട്ടില്ല. ഇതെല്ലാം കണക്കിലെടുത്ത് വേണം അതീവ ശ്രദ്ധയോടെയും കരുതലോടെയും യാത്ര ചെയ്യേണ്ടതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ചാനൽ കോട്ടയ്ക്കൽ. നിങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.